എല്ലാവർക്കും മിസ്റ്റർ JBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സാധാ ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ആംപ്ലിഫയർ അസംബ്ലിംഗ് ഒക്കെ ഒരു ഫീൽഡിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളൊരു LA4440 IC ബോർഡ് ആംപ്ലിഫയർ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്ത് അതുപോലെ വയറിങ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാൻ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാം. വളരെ ബേസിക്കായിട്ട് എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ നമുക്ക് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വയറൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ വയറിങ് എവിടെയൊക്കെയാണ് ഉള്ളത് കണ്ടുപിടിക്കുന്നതും അതിൻ്റെ വാട്ട്സും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കുറച്ച് നോയ്സ് ഉണ്ട്, കാരണം ഞാനിവിടെ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് നോയ്സ് വരുന്നത്. അപ്പം നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംകോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്നൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം പറയാം. 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഡബിൾ IC വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. അതായത് പണ്ടൊക്കെ നമുക്ക് ഹെഡ് പ്രീയോട് കൂടി കാസറ്റ് ഡെക്ക് ആംപ്ലിഫയറിൽ ഹെഡ് പ്രീയോട് കൂടി വരുന്ന ബോർഡിൻ്റെ ന്യൂ വെർഷനാണിത്. ഡെക്ക് ബോർഡ് എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മളിതിനെ വിളിക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ കടകളിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഡെക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഇതാണ് എടുത്ത് തരുന്നത്. പണ്ടൊക്കെ ഡെക്ക് ഹെഡ് പ്രീയോട് ഈ ഒരു ഭാഗത്ത് ഹെഡ് പ്രീ വരുന്ന BT സെക്ഷൻ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ വരുന്നതിലൊരു ബോർഡ്, ആ ബോർഡാണ് ഇത്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് മാറ്റമൊക്കെ വരുത്തി USB പ്ലെയറിന് വേണ്ടിയുള്ള 5 വോൾട്ട് സപ്ലൈയോടുകൂടി വരുന്നതായിരിക്കും ഇപ്പോൾ വരുന്ന ബോർഡ്. ഓക്കെ, ഇതാണ് ബോക്സ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. സാംകോൺ ബ്രാൻഡിങ് ഉണ്ട്. ഒറിജിനൽ സാംകോൺ ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും സാംകോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. 4440x2 2 IC വെച്ചിട്ടുള്ള ബോർഡാണെന്ന് എഴുതിയിട്ടുണ്ട്. USB ബീറ്റ് ചെയ്തത് USB-ക്കുള്ള സപ്ലൈ ഉണ്ടെന്നാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ അൺബോക്സ് ചെയ്യാം. ബോർഡ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇത്ര വലുതല്ല. ഇതിനകത്ത് അവർ ഹെഡ് പ്രീ ഉള്ള സെക്ഷനാണെന്ന് തോന്നുന്നു. ആ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ബോർഡല്ല, നമുക്ക് കുറച്ചുകൂടി കമ്പോണൻസ് കുറഞ്ഞ ചെറിയ ബോർഡാണ് നമുക്കിപ്പം നിലവിൽ കിട്ടുന്നത്. ഓക്കെ, വേറെ ഒന്നും നമുക്ക് ബോക്സിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ബോർഡ്. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12 വോൾട്ട് 5 ആംപിയർ വരെ നമുക്ക് ഈ ബോർഡിലേക്ക് കൊടുക്കാം. 5 വോൾട്ട് റെഗുലേറ്റഡ് സപ്ലൈ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ബേസ് ട്രിബിൾ 2 ചാനലിൻ്റെ ബേസ് ട്രിബിൾ വരുന്നുണ്ട്. അതുപോലെ ആംപ്ലിഫയറിൻ്റെ സെക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 250 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ളൊരു PCB അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയൊരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ്ക് കഴിച്ചിട്ട് കുറച്ചും കൂടെ തെർമൽ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വെക്കാം. ഒത്തിരി ലോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ. ഈ ഒരു കണ്ടീഷനിൽ ഇതങ്ങ് ഫിറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. നമ്മളിതിപ്പോൾ ഒരു ആംപ്ലിഫയറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. വളരെ സിമ്പിളാണ്. ഇങ്ങനൊരു ബോർഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എല്ലാ വയറിങ്ങും ഉണ്ടായിരിക്കും. അപ്പം അറിയാവുന്നവർക്ക് ജസ്റ്റ് ഓക്കെ, ഇത് സ്പീക്കറിൻ്റെ വയർ, വോളിയം കൺട്രോൾ, ബേസ് ട്രിബിൾ, പവർ സപ്ലൈ, സംഭവം കഴിഞ്ഞു. പക്ഷേ വളരെ ബേസിക്കായിട്ട്, അതായത് ഈ ഒരു ബിഗിനർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ വയറിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ വയർ എവിടെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ബോർഡ് വാങ്ങിച്ച് നേരെ നമ്മളേതൊരു ഷോപ്പിൽ ചെന്നിട്ട് ഇതിൻ്റെ വയറെന്ന് പറഞ്ഞു തരുമോ എന്നും പറഞ്ഞ് നമ്മൾ ചെല്ലും. അങ്ങനെയായിരുന്നു പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നാണ് നമ്മളിതിനെപ്പറ്റി ഈ ഒരു ഫീൽഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. കുഴപ്പമില്ലാത്തൊരു PCB ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. 5 വോൾട്ട് നമുക്ക് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അവരത് വയർ സോൾഡർ ചെയ്തിട്ടില്ല, നമ്മളത് സോൾഡർ ചെയ്യണം. ഇവിടെ 2 ഭാഗത്തായിട്ട് പ്ലസ് മൈനസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരാം. ഈ കാണുന്ന വയർ 2 വയറാണ് സ്പീക്കറിൻ്റെ വയർ എന്ന് പറയുന്നത്. ഇത് ഈ ചാനലിൻ്റെ സ്പീക്കർ, ഈ ചാനലിൻ്റെ സ്പീക്കർ. ഇത് ഈ ചാനലിൻ്റെ വോളിയം കൺട്രോളിൻ്റെ സെക്ഷൻ, ഇത് ഈ ചാനലിൻ്റെ വോളിയം കൺട്രോളിൻ്റെ സെക്ഷൻ. ഇത് എങ്ങനെ വോളിയം കൺട്രോൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നടുക്കത്തെ വയർ സോൾഡർ ചെയ്തിരിക്കുന്നത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണ്. ഇവിടം തൊട്ടാണ് ഈ R83 എന്ന് എഴുതിയിരിക്കുന്ന മുകളിലേക്കാണ് ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും മുകളിലേക്കാണ് ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ. ഇവിടെ വരെ നമുക്ക് BT സെക്ഷനാണ്, ബേസ് ട്രിബിൾ കൺട്രോൾ, ടോൺ കൺട്രോൾ ബോർഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഈ ബ്ലൂ വയറാണ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്. ഈ വയർ നമുക്ക് വോളിയം കൺട്രോളിൻ്റെ സെൻറ്റർ ലെഗിൽ സോൾഡർ ചെയ്ത് വെക്കുക. ഈ വയർ നമ്മൾ സെൻറ്റർ ലെഗിൽ സോൾഡർ ചെയ്യുക. ഇത് നമ്മുടെ ടോൺ കൺട്രോളിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതാണ് നമുക്ക് ഓഡിയോ ഇൻ എന്ന് പറയുന്നത്. ഓഡിയോ ഇന്ന് വോളിയം കൺട്രോളിൻ്റെ 3rd ലെഗിൽ, അതായത് വോളിയം കൺട്രോൾ നമ്മൾ നോബ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം.
അപ്പോൾ ഇതൊരു വോളിയം കൺട്രോളാണ്. അപ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ സെൻട്രൽ ലെഗിലാണ് നമ്മൾ ഈ പറയുന്ന നീല കൊടുക്കേണ്ടത്. അത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സെക്ഷൻ. ആംപ്ലിഫയറിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്ന വയർ നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് പച്ച വയറാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഈ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ബ്ലാക്ക് വയർ എപ്പോഴും ഗ്രൗണ്ടാണ്. ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് വരുന്നത്, ഫിൽട്ടർ സെക്ഷൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നോക്കുക, അതാണ് നമ്മുടെ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് വരുന്ന നേരെ വന്ന് നോക്കുന്നത് ഈ പച്ച വയറാണ്. അപ്പം നമ്മുടെ പച്ചയാണ് നമ്മുടെ ഗ്രൗണ്ട്, വോളിയം കൺട്രോളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ട് നമ്മുടെ ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെയാണ് നമുക്ക് ഓഡിയോ ഇൻപുട്ട് വരുന്നത്. ഓഡിയോ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോൺ കൺട്രോളിൻ്റെ ഔട്ട്പുട്ട്. ഇതല്ല, നമ്മൾ ഈ ടോൺ കൺട്രോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് USB പ്ലെയർ എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ലെഗിലേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ടോൺ കൺട്രോളിൻ്റെ ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റ് വയർ ഇവിടെ ഭാഗത്തേക്ക് സോൾഡർ ചെയ്യുക. സെയിം മെത്തേഡാണ് ഇവിടുത്തെ രണ്ടാമത്തെ ചാനലിൽ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസ് ട്രിബിള് ഒരു ചാനലിൻ്റെ. അതെങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഇങ്ങനെ വെക്കുക. അത് ഇങ്ങനെ കൊടുത്താൽ മതി. വോളിയം കൺട്രോൾ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഡയറക്റ്റായിട്ട് വയറും കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വൈറ്റ്, ബ്ലൂ, ഗ്രീൻ ഇത് ബേസ് ആയിരിക്കും. യെല്ലോ, റെഡ്, ബ്ലാക്ക് അതിവിടെ കൊടുക്കുക. അത് ട്രിബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ചാനലിൻ്റെ ബേസും ട്രിബിളുമായി, അടുത്ത ചാനലിൻ്റെ ബേസും ട്രിബിളും ആണിത്. ഇതും അതേപോലെ തന്നെ കൊടുക്കുക. നമ്മൾ കൂട്ടുമ്പോൾ ആണ് കുറയുന്നെങ്കിൽ വയർ തിരിച്ചു കൊടുത്താൽ മതി. അത് വളരെ സിമ്പിളാണ്. അടുത്ത ഈ 3 വയർ എന്ന് പറഞ്ഞാൽ ഓഡിയോ ഇൻപുട്ട് ആയിരിക്കും. അതിലും നോക്കുക, ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ എന്തായാലും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഗ്രൗണ്ട് ഏതാണെന്ന് നോക്കുക. ഗ്രൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നോക്കുക. ഈ ട്രാക്ക് ഇങ്ങനെ വന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്, ഈ പച്ച വയർ. അപ്പോൾ നമ്മുടെ ഈ പച്ച വയറാണ് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 3 വയർ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വിചാരിക്കും ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ് അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വയർ നോക്കുകയാണെങ്കിൽ ഈ നീല ശരിക്കും നമ്മുടെ ഓഡിയോ ഇൻപുട്ടാണ്. നീല ഓഡിയോ ഇൻപുട്ടാണ്. സെൻറ്റർ വരുന്നത് ശരിക്കും ഗ്രൗണ്ട് ആയിരുന്നു എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, എപ്പോഴും ബോർഡിൽ നോക്കുക. ചിലപ്പോൾ സെൻറ്റർ വയർ തന്നെ ആവണമെന്നില്ല ഗ്രൗണ്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ പച്ചയാണ് ഗ്രൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അത് ഇങ്ങനെ വലത്തെ അറ്റത്തെയാണ്. അത് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഓഡിയോ ഇൻപുട്ട്. പിന്നെ ഇത് 2 സ്പീക്കർ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം ആംപ്ലിഫയറിൻ്റെ ബോർഡല്ല, ക്യാബിനിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം വയറിംഗ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. വളരെ ബേസായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഉള്ളതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 12 കൊടുക്കാൻ പറ്റത്തില്ല. 012 ബ്രിഡ്ജ് റെക്ടിഫയർ ഒന്നും കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് DC കൊടുക്കുകയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DC കൊടുക്കുക ഡയറക്റ്റായിട്ട്. അപ്പോൾ ഒന്ന് നൈസായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് വയറിങ് കൊടുക്കാം. വേണമെങ്കിൽ IC അഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഹീറ്റ് കോമ്പൗണ്ട് കൂടി ആഡ് ചെയ്യാം. എന്തായാലും ഞാനിതെല്ലാം ആഡ് ചെയ്യാൻ പോകുന്നില്ല. നമുക്കിതിനകത്ത് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വയറിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരെ സോൾഡർ ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡ് നമ്മൾ ഈ ഒരു സെറ്റിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു USB മൊഡ്യൂൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാരണം ഇതുവഴി നമുക്ക് റിമോട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്തും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സംഭവം ഓണായിട്ടുണ്ട്. ഒരു ലൈറ്റ് ആദ്യം ഇങ്ങനെ കത്തി കിടക്കും. കുറച്ച് കഴിയുമ്പം സംഭവം ഓക്കെ ആയിക്കോളും. നമുക്ക് എന്തായാലും ഒന്ന് ഫോണിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ടെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു 10 വാട്ട്സെങ്കിലും മിനിമം നമുക്കൊരു ചാനൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇതുപോലത്തെ ചെറിയ ഇതിപ്പോൾ 8 ഇഞ്ച് വൂഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 6 ഇഞ്ച് വൂഫറൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ബോക്സ് മീൻസ് ഈ ഒരു ആംപ്ലിഫയർ എടുത്തോളും. കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സെറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 12 3 ആംപിയർ ആണ്, 2 ആംപിയർ ആണ്. അപ്പോൾ 3 ആംപിയർ 5 ആംപിയർ വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. 5 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല പഞ്ച് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.